ഇപ്പോഴും ഫെമിനിസം എന്ന് പറയുമ്പോൾ നമ്മളെ നാട്ടിലെ ആളുകൾ കളിയാക്കി ചിരിക്കുകയാണ്. ഫെമിനിറ്റി എന്നുള്ള ഒരു ടാഗ് ലൈനാണ് ആളുകൾ കൊടുക്കുന്നത്. ഒരുപാട് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. ഒരു പുരുഷനാണ് എൻ്റെ മുന്നിൽ വന്നിരിക്കുന്നു പറയുന്നത് ഞാൻ പണ്ട് മുതലേ ഫെമിനിസ്റ്റ് ആയിരുന്നു, പക്ഷെ എനിക്കത് ഫെമിനിസം ആണോ എന്നറിയില്ല, പക്ഷെ ഇപ്പം ഞാൻ പൂർണ്ണമായി മനസ്സിലാക്കുന്നു ഫെമിനിസ്റ്റ് ആണ് എന്നുള്ളത്. ഈ ഫെമിനിസത്തെ കളിയാക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും ഉണ്ട്. അവരോട് എന്താ പറയാനുള്ളത്? ശരിക്കും അവരുടെ അടുത്ത് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, ഒന്നെന്ന് പറയുന്നത് അവർ ഈ പറയുന്ന എന്താണ് നേരത്തെ പറഞ്ഞ പോലെ അവർ പഠിക്കാൻ ശ്രമിക്കുന്നില്ല, അറിയാൻ ശ്രമിക്കുന്നില്ല. ഞാൻ പറഞ്ഞില്ല, ഒരു ബുക്ക് വായിച്ചിട്ടൊന്നും മനസ്സിലാക്കിയല്ലോ. നമ്മുടെ വീട്, ചുറ്റുപാട്, അല്ലെ, സുഹൃത്ത് വലയം, ഈ പറയുന്ന സ്ത്രീ സുഹൃത്തുക്കൾ, ഇവരിലെല്ലാം നമ്മൾ കാണുന്ന സാധനങ്ങളാണ് നമ്മൾ എതിർക്കാൻ ശ്രമിക്കുന്നത്. ഇവർ പറയുന്നതും ഇവർ കാണുന്നതും. ഇപ്പൊ നമ്മുടെ അമ്മമാരെങ്ങനെയായിരിക്കും വീട്ടിൽ പെരുമാറുന്നത്, അപ്പൊ അവരെന്തുകൊണ്ട് അങ്ങനെ പെരുമാറുന്നു, അവർക്ക് എന്താണ് അവർക്ക് സംഭവിച്ചത് എന്ന് നമ്മൾ നോക്കുമല്ലോ. എന്തുകൊണ്ടാണ് ഫാദറിന്റെ സൈഡിൽ നിന്നുള്ള ഇത് ഇപ്പൊ ഫെമിനിസത്തിന്റെ കാര്യം പറയണമെങ്കിൽ, അത് ഈക്വാലിറ്റി കാര്യം പറയണമെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടി മാത്രം ഒന്നും പറയുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പൊ എക്സാമ്പിൾ ഞാൻ എന്റെ ജീവിതം തന്നെ എടുത്തു കഴിഞ്ഞാൽ, ഈ പറയുന്ന ആണുങ്ങൾ, ഓക്കെ, ഇപ്പൊ എന്നെ ജോബ്ലെസ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഞാൻ സ്ട്രെസ്ലെസ് ആയിട്ട് ജീവിക്കുന്ന ആളാണ്. ഞാൻ അങ്ങനെയാണ് എന്നെ കാണുന്നത്. അപ്പൊ എന്റെ വൈഫിൻ്റെ അടുത്ത് പറയുന്നത്, നമുക്ക് ഹാപ്പിയാണ് ലൈഫ്, ഹാപ്പിയാണ്, സ്ട്രെസ് ഇല്ലല്ലോ നമുക്ക്, ലൈഫ് ഇല്ല, പിന്നെ അത് മതി, അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ഇപ്പൊ ഒരു പുരുഷൻ വീടിന്റെ എല്ലാ ഉത്തരവാദിത്വം എടുക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വാലിറ്റി ഇല്ലാത്തതുകൊണ്ടല്ലേ. അല്ലെങ്കിൽ പുരുഷൻ എല്ലാ ഉത്തരവാദിത്വം എടുക്കണം. സ്ത്രീയും കൂടെ ജോലിക്ക് പോവും, സ്ത്രീയും കൂടെ ഉത്തരവാദിത്വം എടുക്കും. ഈ പറയുന്ന ഡൗറി വേണ്ട, അല്ലെ, രണ്ടുപേരും ഈക്വൽ ആയി കഴിഞ്ഞാൽ അതിന്റെ ആവശ്യമില്ലല്ലോ. അലിമണി വേണ്ട, അലിമണിക്കെതിരെ പറയുന്നവര് സത്യത്തിൽ ഈക്വാലിറ്റി വന്നു കഴിഞ്ഞാൽ അത് വേണ്ട, അങ്ങനെയില്ലേ? അപ്പൊ ഈക്വാലിറ്റി എന്താണെന്ന് കറക്റ്റ് ആയിട്ട് മനസ്സിലാവാത്തത് കൊണ്ടാണ് ഫെമിനിസം പറയുന്നതാണ്. അപ്പൊ പറയും നമ്മൾ ഉദ്ദേശിക്കുന്ന ഫെമിനിസം അതല്ല, വേറെന്തോ ഫെമിനിസം, നമ്മൾ ഉദ്ദേശിക്കുന്ന ഫെമിനിസം ഇതാണ്. എന്താണ് മൊട്ടയുടെ അഭിപ്രായത്തിൽ ഫെമിനിസം എന്ന് പറയുന്നത്? ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഈക്വാലിറ്റി, രണ്ടുപേരും തുല്യ സാമൂഹിക നീതികൾ, രണ്ടുപേർക്കും തുല്യമായിട്ട്, അത്ര തന്നെ. ബാക്കി പേഴ്സണൽ കാര്യത്തിൽ നമ്മൾ ഇടപെടേണ്ട. ഇപ്പൊ ഞാൻ ജോലിക്ക് പോകണോ ഇല്ലയോ, അല്ലെങ്കിൽ ഒരാളുടെ ഭാര്യ ജോലിക്ക് പോകണോ ഇല്ലയോ എന്ന് നമ്മുടെ വിഷയമല്ല. ബട്ട് അവർക്ക് തുല്യ ബഹുമാനവും തുല്യ നീതിയൊക്കെ ഉറപ്പ് വരുത്തുന്നുണ്ടാവും, അത്ര മാത്രമേ ഉള്ളൂ. അതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്, അല്ല ഒരു വീട്ടിനകത്ത് വരെ നമ്മൾ സംസാരിക്കുന്നില്ലല്ലോ.